ഇന്നലെ നമ്മൾ ആത്മാക്കളായ നമ്മൾ ഓരോരുത്തരും പുനർജന്മങ്ങളുടെ പടികൾ എങ്ങനെ ഇറങ്ങി വന്നു എന്ന് പടിയുടെ ചിത്രത്തിലൂടെ നമ്മുടെ ജന്മങ്ങളുടെ പടികളെ നമ്മൾ കണ്ടു അല്ലേ? ആ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ വിഷയത്തിലേക്കും കടക്കാം. കാരണം ഈ ഏണിപ്പടിയുടെ ആദ്യ ഭാഗം സത്യത്രേതായുഗം, അരക്കൽപ്പം, അടുത്തരക്കൽപ്പം ദ്വാപര കലിയുഗം. പകുതി പകുതി, ആദ്യത്തെ പകുതി വെളിച്ചം, അടുത്ത പകുതി ഇരുട്ട്. സത്യത്രേതായുഗത്തിൽ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഓരോ ആത്മാവും വീട്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് നമ്മൾ അച്ഛനിലുള്ള എല്ലാ ഗുണങ്ങളും, ഈശ്വരനിലെ എല്ലാ ഗുണങ്ങളും നമ്മളെ മക്കളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യത്രേതായുഗത്തിൽ നമ്മളെ ദേവൻ ദേവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ദേവത, ഡിവിനിറ്റി നമ്മളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ദേവന്മാർ ദേവിമാരെന്നറിയപ്പെട്ടു. ആ സമയത്ത് ജോഗ്രഫിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു ലോകം എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ഭൂഖണ്ഡത്തിലായിരുന്നു ജനജീവിതം. ആ ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന 33 കോടി ജനങ്ങളെയും ജനമെന്ന് പറഞ്ഞിരുന്നില്ല. എന്താ വിളിച്ചിരുന്നത്? ദേവൻ ദേവി. ആ സമയത്ത് ധർമ്മം, രാജ്യം ഒന്നായിരുന്നു, എല്ലാം ഒന്നായിരുന്നു. ഒരു തരത്തിലുള്ള ദ്വൈതവുമില്ല, എല്ലാം അദ്വൈതമായിരുന്നു. ദേവീ ദേവതകളായിരുന്നത് കൊണ്ട് ആ സമയത്ത് ധർമ്മത്തിൻ്റെ പേര് ആദി സനാതന ദേവി ദേവത ധർമ്മം. അതാണ് സത്യത്രേതായുഗത്തിൽ നിന്നിരുന്ന ധർമ്മത്തിൻ്റെ പേര്. അതിനെയാണ് നമ്മൾ ആർഷഭാരത സംസ്കാരം എന്ന് പറയാറില്ലേ? ഭാരതീയ സംസ്കാരം സനാതന ധർമ്മമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു മതമായിരുന്നില്ല, അതൊരു ജീവിത ശൈലിയാണ്, അതൊരു സംസ്കാരമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, കേട്ടിട്ടുമുണ്ട് അല്ലേ? ഇപ്പോഴെല്ലാം നമുക്ക് മനസ്സിലായേ. ആദി മീൻസ് തുടക്കം മുതൽ. ഏതാ തുടക്കം? സത്യുഗം മുതൽ. പിന്നെ സനാതനം മീൻസ് എറ്റേണൽ, അവിനാശിയായത്. തുടക്കം മുതൽ അവിനാശിയായിട്ട് ഈ വിശ്വത്തിൽ നിലനിൽക്കുന്ന ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണകൾ. എന്താ ധർമ്മം? ആത്മാവിൻ്റെ സദോ ഗുണങ്ങളാണ് ധർമ്മം. സ്നേഹമാണ് ധർമ്മം, ശാന്തിയാണ് ധർമ്മം അല്ലേ? പവിത്രതയാണ് ധർമ്മം. അപ്പം ആ സദോഗുണി സ്ഥിതിയിൽ തന്നെയായിരുന്നു ജീവിതം. അതുകൊണ്ടാണ് എന്ത് വിളിച്ചിരുന്നത്? ദേവൻ ദേവി, ദേവതകൾ. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മം ആ അരക്കൽപ്പവും 2500 വർഷവും ഇവിടെ നിലനിന്നിരുന്നത്. ഭാരത ഭൂഖണ്ഡത്തിൽ മീൻസ് മുഴുവൻ വിശ്വത്തിലുണ്ടായിരുന്ന ധർമ്മത്തിൻ്റെ പേരാണ് ആദി സനാതന ദേവി ദേവത ധർമ്മം. ഈ ഒരൊറ്റ ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ? എല്ലാവരിലും ധാർമ്മികത ഉണ്ടായിരുന്നു. യഥാ രാജ തഥാ പ്രജ. അടുത്ത ഭാഗത്ത് നമ്മൾ ഇന്നലെ കണ്ടുവല്ലോ. അതിനുശേഷം എന്ത് സംഭവിച്ചു? അടുത്ത പകുതിയിൽ ദ്വാപരയുഗം മുതൽ അല്ലെ ധർമ്മം പടിയിറങ്ങിയതായിട്ട് ഇന്നലെ നമ്മൾ കണ്ടു. സദോ ഗുണിയിൽ നിന്ന് എന്തായി അല്ലേ? ദ്വാപരയുഗത്തിലെത്തുമ്പോൾ രജോ ഗുണിയാക്കും, കലിയുഗത്തിലെത്തുമ്പോൾ തമോ ഗുണിയാക്കും. അപ്പം ധർമ്മം കാട് കയറിയപ്പോൾ, രാമൻ കാട് കയറി ധാർമ്മികത നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ സനാതന ദേവതാധർമ്മത്തിൻ്റെ പേര് തന്നെ മാറി. അവിടെ നിന്നാണ് ആ പേര് മാറിയത്. ആദി സനാതന ദേവതാധർമ്മം എന്നുള്ള പേര് മാറിയിട്ട് ആ സനാതന ധർമ്മത്തിലുണ്ടായിരുന്ന ആത്മാക്കൾ, പുനർജന്മാണല്ലോ, ശരീരം എടുത്ത് താഴേക്ക് വരികയാണ്. അപ്പം ദേവതാധർമ്മത്തിലുണ്ടായിരുന്ന ആത്മാക്കൾ ദ്വാപരയുഗം മുതൽ എന്താ അറിയപ്പെടുന്നത്? അപ്പം മുതലാണ് നമ്മളെ മനുഷ്യനെന്ന് വിളിക്കണം. സത്യത്രേതായുഗത്തിലും മനുഷ്യരായിരുന്നു, പക്ഷേ അല്ലേ ദേവൻ ദേവി എന്നറിയപ്പെട്ടു. അതുകൊണ്ടാണ് ആ സമയത്ത് സ്വർഗം എന്നാണ് പറഞ്ഞിരുന്നത്. സ്വർഗം, പാരഡൈസ്, ജന്നത്ത് അല്ലേ, ബഹിഷത്ത് എന്നെല്ലാം പറയും. അപ്പോൾ അത് ശരിക്കും സത്യത്രേതായുഗ കാലഘട്ടത്തെയാണ്, അവിടുത്തെ ജീവിതമാണ്. അതാണ് സനാതനധർമ്മം, അവിടെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത പകുതിയിൽ എന്താ സംഭവിച്ചത്? ധർമ്മം കാട് കയറിയപ്പോൾ സത്യുഗത്തിലെ ആ സ്വർണിമ സംസ്കാരത്തിൽ നിന്ന്, അതാണ് കളർ പോലും നോക്കൂ, സ്വർണിമമാണ്. ആത്മാവിൻ്റെ കളറാണ് എല്ലാറ്റിലും കാണിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ വർണ്ണത്തെ കാണിക്കുകയാണ് അവിടെ. ആത്മാ പ്യുവർ ഗോൾഡായിരുന്നു അല്ലേ, സദോഗുണി.
അപ്പോൾ ആ സനാതനധർമ്മം നമ്മളിൽ നിന്ന് ക്ഷയിക്കാൻ തുടങ്ങിയപ്പോൾ, ധർമ്മത്തിന് മൂല്യത്തിന് ച്യുതി പറ്റിയപ്പോൾ എന്തായി? ദ്വാപരയുഗം മുതലാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ശരീരബോധത്തിൽ വന്നു. ആദ്യത്തെ ച്യുതി അതാണ്, ധർമ്മത്തിന് പറ്റിയ. ആത്മാവാണെന്ന ബോധത്തിൽ നിന്ന് അല്ലേ ശരീരമാണെന്ന ബോധത്തിലേക്ക് വന്നു. അപ്പം മുതലാണ് സനാതനധർമ്മം, ദ്വാപരയുഗം മുതലാണ് ഹിന്ദു ധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ്വാപരയുഗം മുതൽ ഇപ്പോൾ കലിയുഗത്തിലും അല്ല ഹിന്ദു ധർമ്മം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേരാണ്. സത്യത്രേതയുഗത്തിൽ ഭാരതം അല്ലേ ഹിന്ദുസ്ഥാൻ, ആ അർത്ഥത്തിലാണ്. ഹിന്ദുസ്ഥാനിൽ ജീവിച്ചിരുന്നവർ, ആ അർത്ഥത്തിലാണ് എന്ത് പറയണേ? ഹിന്ദുക്കൾ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പേരാണത്. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്നവരെ അമേരിക്കക്കാരെന്ന് പറയില്ലേ? അപ്പം അതേപോലെ ഹിന്ദുക്കൾ എന്നർത്ഥത്തിൽ ഹിന്ദുസ്ഥാനിൽ നിവസിക്കുന്നവർ. പക്ഷെ ഹിന്ദു എന്നത് നമ്മുടെ ധർമ്മത്തിൻ്റെ പേരല്ല. ധർമ്മത്തിൻ്റെ പേരെന്താണ്? ആദി സനാതന ദേവി ദേവത ധർമ്മം. അമേരിക്ക, അവിടുത്തെ ധർമ്മത്തിൻ്റെ പേരെന്താണ്? അമേരിക്കക്കാരും നമ്മൾ പറയും, പക്ഷേ ക്രിസ്ത്യൻ ധർമ്മമാണ്. അതേപോലെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പേരും ധർമ്മത്തിൻ്റെ പേര് ആദി സനാതന ദേവി ദേവത ധർമ്മം. അപ്പോൾ ദ്വാപരയുഗം മുതൽ എന്ത് സംഭവിച്ചു? ധാർമ്മികത, ഈ 7 ഗുണങ്ങളിലാണ് വ്യത്യാസം വന്നത്. മൂല്യച്യുതി സംഭവിച്ചപ്പോൾ മൂല്യങ്ങളെ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്നവരെയാണ് ധർമ്മസ്ഥാപകരെന്ന് പറയാം. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വന്നവർ അല്ലേ, അത് നമുക്കിന്ന് കാണാം. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വന്ന ധർമ്മസ്ഥാപകരെയും അല്ലെ ധർമ്മങ്ങളെയും എല്ലാം നമുക്കിന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ മുഴുവൻ മനുഷ്യ സൃഷ്ടിയെ നമുക്ക് ഒരു വൃക്ഷത്തോടുപമിച്ച് ഇപ്പോൾ പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആദ്യം നമ്മളെല്ലാവരും വീട്ടിലായിരുന്നു. വീട്ടിലും നമ്മളൊരു വൃക്ഷത്തിൽ എന്നതുപോലെ ഇരുന്നത്. അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നില്ലേ? ഏറ്റവും മുകളിൽ പരംധാമത്തിൽ നമ്മൾ ആത്മാക്കളുടെ വീടാണ് ഈ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. പരംധാമത്തിൽ നമ്മൾ ആത്മാക്കളെല്ലാം ഏറ്റവും മുകളിൽ ആരായിരിക്കണേ? പരംജ്യോതി, പരമ്പൊരുളിന് അല്ലേ തൊട്ട് താഴെ നമ്മൾ ആ ചെറിയ 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 ജ്യോതിയായിട്ട് കാണുന്നത് ആത്മദീപങ്ങളെയാണ്. പരമാത്മാവിന് ചുറ്റും നമ്മൾ ആത്മാക്കൾ അവിടെ ഇരിക്കുന്നത് ഒരു വൃക്ഷം പോലെയാണ്. വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു തലകീഴായ വൃക്ഷം, ഊർധ്വമൂല വൃക്ഷം എന്ന് ഗീതയിൽ പറയാറുണ്ട്. കാരണം ബീജം മേലെ, പരമാത്മാ മേലെ വൃക്ഷം അല്ലേ, ആ നമ്മൾ ആത്മാക്കളെല്ലാം പരമാത്മാവിന് ചുറ്റും താഴെ 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 നോക്കിക്കഴിഞ്ഞാൽ പരമാത്മാവിനെ തൊട്ട് കുറച്ച് ഇങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ ശാഖോപശാഖകൾ പോലെ. വൃക്ഷത്തിലെങ്ങനെയല്ലേ? ബീജം, പിന്നെ തായ്തടി, പിന്നെ ശാഖ, ഉപശാഖകൾ. അതേ ആ ഒരു ഷേപ്പിലാണ് ബ്രഹ്മലോകം. പരിധിയില്ലാത്തതാ, പക്ഷെ അവിടെ നമ്മൾ പരമാത്മാവിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അച്ഛൻ്റെ അടുത്താണ്. പക്ഷെ എല്ലാവരും ഒരേ പ്ലേസ് അല്ലല്ലോ ഇരിക്കുക. എല്ലാവർക്കും നമുക്ക് ഇരിക്കാൻ നമ്മുടേതായ ഒരു സ്ഥാനവും ഉണ്ട് അവിടെ. വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ? 5 മക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്കും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരേ അടുപ്പല്ലല്ലോ അല്ലേ? അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കഴുത്തിൽ തൂങ്ങി സദായിരിക്കുന്ന ചില കുട്ടികളുണ്ട് അല്ലേ? അതേപോലെ വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു സീറ്റ് ഉണ്ട് അവിടെ. അവിടെയും നമ്മളിരിക്കുന്നത് ഒരു വൃക്ഷം പോലെയാണ്. അതിനെ നിരാകാരി വൃക്ഷമെന്നാണ് പറയുന്നത്. കാരണം എന്താ? അവിടെ ആകാരമില്ല, ശരീരമില്ല. പക്ഷെ ആത്മസ്വരൂപങ്ങളെല്ലാം അവിടെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയണേ? നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് വൃക്ഷ സമാനമാണ്. അതിനെയാണ് ഊർധ്വമൂല വൃക്ഷം എന്ന്. നിരാകാരി ലോകത്തിലെ വൃക്ഷമാണിത്. ഇതേപോലെ നമ്മൾ അച്ഛനും അമ്മയുമായ പരമാത്മാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നാടകം കളിക്കാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെയും ഒരു വൃക്ഷത്തിലെന്നതുപോലെയാണ് മനുഷ്യ സൃഷ്ടി വൃക്ഷം. മനുഷ്യവംശത്തെയാണ് ഈ വൃക്ഷത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെയാണ് കൽപ്പവൃക്ഷമെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഭഗവാൻ കൽപ്പവൃക്ഷമെന്ന് ഇതിന് പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൃക്ഷത്തിലേക്ക് ഇനി ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് അറിയാലോ, വൃക്ഷം എന്ന് പറയുമ്പോൾ ബീജം ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ബീജം പരമാത്മാവാണ്. പരമാത്മാവ് അവിടെയാണ്. നമ്മളാണ് വൃക്ഷത്തിൽ വന്നിരിക്കണം അല്ലേ? അച്ഛനും അമ്മയും അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഊർധ്വമൂല വൃക്ഷം എന്ന് പറയാൻ കാരണം. വൃക്ഷം താഴെയും ബീജം മുകളിൽ.
അല്ലേ? വൃക്ഷത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമുക്കറിയാം. വൃക്ഷം ആദ്യം വേര്, മണ്ണിൽ കുറച്ച് ഭാഗമുണ്ട്, അത് ഗുപ്തമാണ്. പുറമേ വൃക്ഷത്തെ എവിടുന്ന കാണണേ? വേരിൻ്റെ ഭാഗം അവിടെ ഇരിക്കട്ടെ, നമുക്കതിനെക്കുറിച്ച് പിന്നീട് പറയാം. ആദ്യം വൃക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തായ്തടി, അല്ലെ, കുറച്ച് ദൂരം വൃക്ഷം ഒറ്റത്തടിയായിട്ട് വളരും. പിന്നെ ശാഖ, ഉപശാഖ, ചില്ലകൾ, ചെറുചില്ലകൾ, അല്ലേ, അതിലും ചില്ലകൾ, പിന്നെ ഇലകൾ. അങ്ങനെയാണ് ഈ സാധാരണ ഒരു വൃക്ഷം പോലെ തന്നെ നമുക്ക് ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിലും ഇതെല്ലാം കാണാം. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. ഈ വൃക്ഷത്തിൻ്റെ അല്ലെ തായ്തടി, ബീജത്തെ നമുക്കറിയാം പരമാത്മാവാണ്. വൃക്ഷത്തിലെ തായ്തടി ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് സത്യത്രേതായുഗത്തിലെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തെയാണ്. ഈ വൃക്ഷം മുഖ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന, ഈ സൃഷ്ടി വൃക്ഷത്തിലൂടെ പരമാത്മ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സർവധർമ്മങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ഒരു ധാരണ നമുക്കുണ്ടാക്കിത്തരും. അതിലൂടെ തെറ്റായ ധാരണകളിൽ നിന്ന് നമ്മൾ മുക്തമാക്കും. നമ്മുടെ ഉള്ളിൽ അതിവിശാലമായൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് തായ്തടിയിൽ കാണിച്ചിരിക്കുന്ന വേര് കഴിഞ്ഞിട്ട് വൃക്ഷത്തിൻ്റെ കാണപ്പെടുന്ന മുകളിലേക്കുള്ള ഭാഗം. തായ്തടി ഏതാണ്? സത്യത്രേതായുഗത്തിൽ നിലനിന്നിരുന്ന ആദി സനാതന ദേവി ദേവതാധർമ്മം. അത് നമുക്ക് ക്ലിയറായി. എന്താ ദേവതാധർമ്മം? ദൈവീകതയോടുകൂടി ജീവിച്ചിരുന്നു. എന്താ ദൈവീകത? സർവ്വഗുണങ്ങളും സർവ്വ ആത്മീയ മൂല്യങ്ങളും. എന്തെല്ലാം മൂല്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്കുണ്ടാക്കാമോ, അത് 7 ഗുണങ്ങളാകട്ടെ, അല്ലെങ്കിൽ 56 ഗുണങ്ങളാകട്ടെ, അല്ലെങ്കിൽ 108 ഗുണങ്ങളാകട്ടെ, എന്തെല്ലാം ഗുണങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എഴുതുന്നോ, സദോ ഗുണങ്ങളോടുകൂടി ഗുണവാന്മാരായിട്ട് മാത്രം. ഒരാളും അവിടെ എന്തെങ്കിലും അവഗുണമുള്ളവരില്ല. എല്ലാവരും പൂക്കൾ പോലെയായിരുന്നു. ഭഗവാൻ പറയണ പൂന്തോട്ടം എന്നാണ്. ഈ സമയമാണ് അള്ളാഹുവിൻ്റെ പൂന്തോട്ടം എന്നൊക്കെ പറയാറില്ലേ, അല്ലേ? അപ്പം ശരിക്കും നമ്മൾ ഓരോ ആത്മാവും പൂ പോലെ. ദേവലോകം എന്നും അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ദൈവീകമാണ് ആ ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം. ആ സമയത്ത് വേറെ മതമൊന്നുമില്ല. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരണകളാണ്, മൂല്യങ്ങളാണ്. അപ്പോൾ സത്യത്രേതായുഗത്തിൽ എന്തേ ഉള്ളൂ? അഭിപ്രായ ഭിന്നതയില്ല. കാരണം എല്ലാവരും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ഏത് ധർമ്മത്തിൽ? ആത്മാവിൻ്റെ തനതായ ധർമ്മം, നിജധർമ്മം. അതേതാണ്? പിതൃസ്വത്ത്. അച്ഛനും അമ്മയുമായ പരമാത്മാവിൽ നിന്ന് ആർജിച്ച നമ്മുടെ പിതൃസ്വത്ത്, ആ സദോ ഗുണങ്ങളുടേതാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് എന്ത് പറയണേ? സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു സംസ്കാരം. ഏത് സംസ്കാരം? ദിവ്യ സംസ്കാരമാണ്. അതിനുശേഷം നമ്മൾ മരം നോക്കുകയാണെങ്കിൽ തായ്തടിക്ക് ശേഷം എന്താകും? സത്യത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗം മുതലാണ് നമ്മൾ പടിയുടെ ചിത്രത്തിൽ കണ്ടല്ലോ, സനാതനധർമ്മത്തിലുണ്ടായിരുന്നവർ പുനർജന്മം എടുത്തിട്ട് അവർ തന്നെയാണ് ഹിന്ദുക്കളെന്ന് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഇന്നലെ കണ്ടു. ശിവപൂജയും ദേവീദേവന്മാരുടെ പൂജയും, അല്ലെ, പ്രകൃതി ശക്തിയെ പൂജിക്കുകയും, അല്ലെ, ഹിന്ദു ധർമ്മത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാം ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. അത് പിന്നീട് ഹിന്ദു ധർമ്മം എന്ന പേരിൽ, അല്ലെ, ഹിന്ദു മതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പിന്നെന്താ സംഭവിച്ചത്? ദ്വാപരയുഗം മുതലാണ് അല്ലേ, എല്ലാ തരത്തിലും ആ ശരീരബോധം നമുക്ക് വന്നപ്പോൾ, ആത്മബോധം കുറഞ്ഞ് ശരീരബോധത്തിലേക്ക് വന്നപ്പോൾ, നമ്മൾ സദോ ഗുണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ആര് വന്നു? ധർമ്മ പുനഃസ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട്, ധർമ്മത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, ധർമ്മത്തിൻ്റെ ഓരോ കാലുകൾ ഒടിയാൻ തുടങ്ങിയപ്പോൾ, മൂല്യച്യുതി വന്നപ്പോൾ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ ധർമ്മസ്ഥാപകർ വന്നു. അവരാണ് ധർമ്മപിതാക്കന്മാരെന്ന് പറയണത്. അത് ഇബ്രാഹിമിലൂടെ ഇസ്ലാം ധർമ്മം, പിന്നെ ശ്രീബുദ്ധനിലൂടെ ബുദ്ധധർമ്മം, യേശു ക്രിസ്തുവിലൂടെ മരത്തിൽ കാണുന്നില്ല ഓരോ ശാഖ, യേശു ക്രിസ്തുവിലൂടെ ക്രിസ്തുധർമ്മം, ശങ്കരാചാര്യരിലൂടെ അല്ല സന്യാസധർമ്മം, പിന്നെ ഗുരുനാനാക്കിലൂടെ സിഖ് ധർമ്മം. ഈ ധർമ്മങ്ങളെല്ലാം എങ്ങനെ വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ധാർമ്മികത നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യനെ വീണ്ടും ധാർമ്മികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരോരോരുത്തരും ഓരോ വിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും ടീച്ചിങ്സ് ഉണ്ടായിരുന്നത്.
എല്ലാ ധർമ്മസ്ഥാപകരെയും നോക്കിക്കോളൂ, ഒന്നുകിൽ ശാന്തിയുടെ പാഠം, സ്നേഹത്തിൻ്റെ മൂല്യം, കരുണയുടെ പാഠം, അല്ലേ, ഏകതയുടെ പാഠം. അപ്പോൾ ഈ സനാതന മൂല്യങ്ങളെയാണ് അവരെല്ലാവരും പഠിപ്പിച്ചത്. പക്ഷേ പഠിപ്പിച്ച പഠിപ്പ് മൂല്യങ്ങളെക്കുറിച്ചായിരുന്നെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധി ആ മൂല്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ എവിടേക്ക് പോയി? പഠിപ്പിനേക്കാളും ടീച്ചറിൽ തന്നെ നമ്മൾ ബന്ധിക്കപ്പെട്ടു. എന്തൊക്കെ ടീച്ചിങ്സ് തന്നോ അതിനെ അതേപോലെ ജീവിതത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ടീച്ചിങ്ങിൽ അല്ലേ, ജീവിതത്തിൽ ആ പഠിപ്പിനെ ധാരണ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോരോ ടീച്ചർമാരുടെ കൂടെ ആരെല്ലാം കൂടിയോ അവരെല്ലാവരും എന്തായി? അല്ല, ഓരോ കൈവഴികളായിട്ട് മാറി. അതാണ് അവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവർ, അതൊരു മതം. അടുത്ത ആളുടെ അഭിപ്രായങ്ങളോട്, ടീച്ചിങ്സിന് യോജിക്കുന്നവർ വേറൊരു മതം. അപ്പം എന്തായി? ശാഖകളായി. മരം ഒന്ന് തന്നെയാണ്, കേവലം ചില്ലകളാണ്, അല്ലേ? പിന്നെന്ത് സംഭവിച്ചു? ദ്വാപരയുഗത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കലിയുഗത്തിലേക്ക് വരുമ്പോൾ എന്തായി? കലിയുഗത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഉപശാഖകൾ. ഓരോ മതത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അനേകം കൈവഴികൾ, അനേകം ഉപശാഖകൾ. അപ്പം കലിയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കണേ? വൃക്ഷം അതിൻ്റെ സമ്പൂർണ്ണ വളർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5000 വർഷം കൊണ്ട് സൃഷ്ടിയാകുന്ന ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷം, ഈ വൃക്ഷം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി. അപ്പം നമ്മൾ വൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ? വൃക്ഷത്തിൽ എന്താ കാണുന്നത്? ശാഖകളെല്ലാം വ്യക്തമാണിപ്പോൾ. പക്ഷേ ഇപ്പോൾ ഇല്ലാതായി പോയിരിക്കുന്നത് എന്താണ്? തായ്തടി മാത്രം കാണാനില്ല. തായ്തടി ഇല്ലാണ്ടായി. പിന്നീട് വന്ന ശാഖകളെല്ലാം വ്യക്തമാണ്. തായ്തടി ഏതാ? സനാതന മൂല്യങ്ങൾ, സനാതനധർമ്മമാണ് ഇല്ലാണ്ടായത്. അതിനുശേഷം വന്ന ശാഖോപശാഖകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു ധർമ്മമുണ്ട്, ഇസ്ലാം ധർമ്മമുണ്ട്, ക്രിസ്തു ധർമ്മമുണ്ട്, അല്ലേ? എന്താ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ആരാ ധർമ്മസ്ഥാപകൻ, എപ്പോൾ വന്നു, എന്ത് ചെയ്തു. അപ്പോൾ ഈ വൃക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ പറയണ, മക്കളെ, ഈ വൃക്ഷത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വൃക്ഷത്തിലെ ഓരോ ഇലകളും നോക്കൂ. ആരാണ്? നമ്മൾ ഓരോ ജീവാത്മാക്കളാണ്. നമ്മളെല്ലാവരും ഈ മരത്തിലുണ്ട്, എല്ലാവരും. 5000 വർഷം കൊണ്ട് ഈ നാടകശാലയിൽ 800 കോടി ജനങ്ങളാ പാർട്ട് അഭിനയിക്കണേ. അതേത് ധർമ്മത്തിൽ പെട്ടവരാണെങ്കിലും ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും ഒരു മരത്തിലേതാണ് നമ്മൾ. മരം ഒന്നാണ്. ഈ മരത്തിൻ്റെ ബീജം ആരാണ്? ഒരേയൊരു പരംപിത പരമാത്മാവാണ്. ഒരേയൊരു പരംപിത പരമാത്മാവാണ്. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? ഭഗവാൻ പറയുന്നത്, മക്കളെ, വൃക്ഷം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറ്റിയ അബദ്ധം? ഒന്ന്, നമ്മൾ ഈ ഒരേ മരത്തിലെ ശാഖയിലുള്ളവരാണെന്ന് മറന്നുപോയി. അപ്പോൾ എന്തായി? നാനാത്വം കാണാൻ തുടങ്ങിയപ്പോൾ ഏകത്വത്തെ നമുക്ക് ദർശിക്കാൻ കഴിയാതെ ആയിപ്പോയി. നമ്മൾ ഒരു മരത്തിലേതാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. ബീജം, ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജം ഒരേയൊരു പരമാത്മാവാണ്. അതുകൊണ്ടാണ് ശിവ എന്നുള്ള വാക്ക് തന്നെ. ശിവ അർത്ഥം ബീജം. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ എല്ലാ ആത്മാക്കളുടെയും അച്ഛനും അമ്മയും ഒരേയൊരു പരമാത്മാവാണ്. അതേത് പേരിട്ട് വിളിച്ചാലും, ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരി, അല്ലേ? അള്ളാ, യഹോവ, ഏത് പേരിൽ വിളിക്കുന്നതും ഈശ്വരൻ ഒരേയൊരു പരംജ്യോതിയാണ്, പരമ്പൊരുളാണ്. ഇത് നമ്മൾ മറന്നു. പിന്നെന്ത് മറന്നു? നമ്മൾ എല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്. ഇത് നമ്മൾ മറന്നു. നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളുടെയും ധർമ്മം ആദി സനാതന ധർമ്മമാണ്. നശിക്കാത്ത ആത്മാവിൻ്റെ ധർമ്മം സദോ ഗുണങ്ങളാണ്. 7 ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും നോക്കൂ, എല്ലാ മതസ്ഥാപകരും പുണ്യാത്മാക്കളും മഹാത്മാക്കളും അല്ലേ, ഇന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തെ അല്ലേ നന്നാക്കാൻ പരിശ്രമിക്കുന്ന എല്ലാവരും എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കണേ? സ്നേഹത്തെക്കുറിച്ച്, ശാന്തിയെക്കുറിച്ച്, അല്ലേ, കരുണയെക്കുറിച്ച്, സദ്ഭാവനയെക്കുറിച്ച്. അപ്പം സനാതന മൂല്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടതെന്താ? ഇപ്പം നോക്കുകയാണെങ്കിൽ ശാഖകളെല്ലാം ഉണ്ട്,
മതങ്ങളെല്ലാം ഉണ്ട്. ഇല്ലാത്തത് എന്താ? ധർമ്മമാണ് പോയത്. ധർമ്മം ക്ഷയിച്ചു, ധാർമ്മികത പോയി, 7 ഗുണങ്ങളാണ് പോയത്, ആ മൂല്യങ്ങളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ വൃക്ഷം മേലേക്കുണ്ട്, പക്ഷെ എന്ത് സംഭവിച്ചു? ഭഗവാൻ പറയണ മക്കളെ, ഇപ്പോൾ ഈ വൃക്ഷം ജഡീഭൂത അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജഡ് എന്ന് പറഞ്ഞാൽ വേര്. ഈ വൃക്ഷത്തിൻ്റെ വേര് ജീർണിച്ച അവസ്ഥയിലാണ്. വേര് ജീർണിച്ച വൃക്ഷത്തിന് എന്ത് സംഭവിക്കും? എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം. കാരണം എന്താ? ഈ വൃക്ഷത്തിൻ്റെ വേരിലുണ്ടായിരിക്കേണ്ടത് എന്താ? വേരാണ് ഒരു വൃക്ഷത്തെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. രണ്ടാമത്തത്, വേരാണ് മണ്ണിൽ നിന്ന് വളവും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് വൃക്ഷത്തിന് ലാസ്റ്റ് ഇലയ്ക്ക് വരെ കൊടുക്കേണ്ടത്. പക്ഷെ ആ വേര് ജീർണന സംഭവിച്ചു പോയി. ഇപ്പോൾ ഭഗവാൻ വന്നിട്ട് നമ്മളെല്ലാവരെയും പെറുക്കിയെടുത്തിട്ട് ഒരു മരത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലായിടും അറേഞ്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്. വൃക്ഷത്തിൻ്റെ ശാഖകളിലെല്ലാം നമ്മളെ ഫിറ്റ് ചെയ്ത് വെച്ചു. വേരിൽ കൊണ്ടുപോയി ആരെ ഇരുത്തും? നമ്മളെല്ലാവരെയും പെറുക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേരിലിരിക്കാൻ യോഗ്യമായിട്ട് ആരുണ്ട്? ഈ വൃക്ഷത്തെ മണ്ണിൽ പിടിച്ചു നിർത്താൻ, ബീജത്തിൽ നിന്ന് വെള്ളവും വലിച്ചെടുത്ത് വൃക്ഷത്തിന് മുഴുവൻ കൊടുക്കാൻ പറ്റിയവർ. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഈ സൃഷ്ടി വൃക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വൃക്ഷം പുറത്തേക്ക് വളർന്നു. എല്ലാ മതങ്ങളും വന്നപ്പോഴും എല്ലാവരും അവിടെ സംഘടിച്ചു, ഓരോ ഗ്രൂപ്പിലായിട്ട്. അപ്പോഴെന്താ സംഭവിച്ചേ? മതങ്ങൾ, അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം ഒരുമിച്ചോ, എത്ര ഗ്രൂപ്പുകൾ റെഡിയായോ. എല്ലായിടവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ ഒരു വളർച്ചയുടെ കാര്യം മാത്രമേ അവിടെ നടന്നുള്ളൂ. എല്ലാവരും ചേർന്ന് നമ്മുടെ മതത്തിനൊരു രാഷ്ട്രം, നമുക്കുള്ള ആചാരങ്ങൾ ഇങ്ങനെ, നമുക്കിങ്ങനെയൊക്കെ അനുഷ്ഠാനങ്ങൾ ചെയ്യണം, മേലെന്ന് ഉള്ളതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ധർമ്മങ്ങളിലും നോക്കൂ, അവരവരുടേത് ആചാര രീതികൾ, അനുഷ്ഠാന രീതികൾ, അവരവരുടേതായ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ, വിശ്വാസ സംഹിതകൾ, പുസ്തകങ്ങൾ, ആചാര്യന്മാർ, പ്രീസ്റ്റ്, അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും മേലെ എല്ലാം ചെയ്യുന്നുമുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചേ? ബാക്കി ശാസ്ത്ര സാങ്കേതിക രംഗം നോക്കിക്കഴിഞ്ഞാൽ അതും വളർന്ന്, വൃക്ഷത്തിൻ്റെ മേലെ ഭാഗത്ത് നമ്മൾ നോക്കിയ വളർച്ച മേലേക്ക് മാക്സിമമാണ്. മനുഷ്യൻ സ്വർഗം ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നല്ലേ പറയണേ, അത്രയും മേലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഒരു മരം മേലേക്ക് എത്ര വളരണോ അത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് അത്ര തന്നെ വളർച്ചയുണ്ടാവണം. അടിയിലേക്കുള്ള വളർച്ച ഏതിൻ്റെ വളർച്ചയാണ്? വേരിൻ്റെ വളർച്ചയാണ്. ആ മരങ്ങളെ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുള്ളൂ. അല്ലാത്ത മരങ്ങൾ എന്തു ചെയ്യും? ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അപ്പോഴേക്കും എന്താവും? മരം തന്നെ കടപുഴകി വീഴും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീഴും. പറയാറില്ലേ, ചില വൻമരങ്ങളുണ്ട്, പക്ഷെ അവയ്ക്കുള്ള ദോഷം എന്താണ്? വേരാഴത്തിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു മഴയിൽ, കാറ്റിൽ വെള്ളം വന്നപ്പോഴേക്കും താഴേക്ക് വീണു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏത് വിശ്വാസ പ്രമാണങ്ങളിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും, അത് ഹൈന്ദവ ധർമ്മം ആവട്ടെ അല്ലെങ്കിൽ ഏത് ധർമ്മത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിലൊരു കാറ്റും മഴയും വരുമ്പോഴേക്കും, ഇളക്കങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും, എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നുമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ, ഇപ്പം നോക്കൂ, എത്ര സൂയിസൈഡ്, എത്ര അക്രമങ്ങൾ, എത്ര കൊലപാതകങ്ങൾ, എത്ര മഹാരോഗങ്ങൾ, എത്ര ദുഃഖം, എത്ര ശാന്തി കൂടി വരികയാണ്. അപ്പോൾ ഓരോ ചെറുതും വലുതുമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ടാവുമ്പോഴും, നമ്മുടെ കുടുംബത്തിലുണ്ടാവുമ്പോഴും, നമ്മുടെ ബന്ധുക്കൾക്കിടയിലുണ്ടാകുമ്പോഴും നമ്മൾ മറിഞ്ഞു വീഴാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ സ്വയം വീഴുക, അല്ലെങ്കിൽ കൂടെയുള്ളവരെയും വീഴ്ത്തുക, കുടുംബസമേതം വീഴുക, ഇതെല്ലാമല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പുറത്തേക്ക് എത്ര വളർന്നോ അത്ര തന്നെ നമുക്ക് എവിടേക്ക് വളരണം? അകത്തേക്ക്. എന്താ അകത്തേക്കുള്ള വളർച്ച? വേരിൻ്റെ വളർച്ച. അർത്ഥം ആ വേരാണ് സ്പിരിച്വാലിറ്റി. വേരാണ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികതയില്ലാതെ നമ്മൾ എത്ര തന്നെ ഭൗതികത കൊണ്ട് ലോകത്തിൽ സ്വർഗം രചിക്കാമെന്ന് വിചാരിച്ചാലും ഇപ്പം നമ്മളത് കാണുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ സമയം നോക്കൂ,
നമ്മുടെ കൺമുന്നിൽ കാണുകയല്ലേ. കലിയുഗ സ്വർഗം നമ്മൾ ഉണ്ടാക്കി, എന്തെല്ലാം പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. ആകാശത്തിലൂടെ നമ്മൾ പറക്കാൻ പഠിച്ചു, വെള്ളത്തിൻ്റെ അടിയിലൂടെ നമ്മൾ നീന്താൻ പഠിച്ചു, എല്ലാ സാധനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ എവിടെയാണ്? അവനവൻ്റെ മനസ്സുകൾക്ക് മുന്നിലാണ് ഇപ്പോഴും പകച്ചു നിൽക്കുന്നത്. മനസ്സിന് കൺട്രോളില്ല, വിചാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ദേഷ്യം വരണു തോക്കെടുക്കണു, ദേഷ്യം വരണു വാളെടുക്കണു, ദേഷ്യം അല്ലെങ്കിൽ സങ്കടം വന്നു അല്ലേ വിഷം കുടിക്കണു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര വലിയ പോസ്റ്റിലും പൊസിഷനിലും ഇരിക്കുന്നവർ, എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ, എത്ര വലിയ അധികാര കസേരകളിൽ ഇരിക്കുന്നവർ, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നോക്കൂ. വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെട്ട് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് വായിൽ നിന്ന് എന്താ വീഴുന്നതെന്ന് അറിയുന്നില്ല. ഇരിക്കുന്ന പൊസിഷൻ എന്താ, ഞാൻ പറയുന്നത് എന്താ, പെരുമാറുന്നത് എന്താന്ന് പോലും നമുക്കറിയുന്നില്ല. കടപുഴുകി വീഴുകയാണ് നമ്മുടെ വാക്കുകളും വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ട് അല്ലേ. സ്വയം വീഴുന്ന അനേകരെ വീഴ്ത്തുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ മനുഷ്യ വംശമാകുന്ന വൃക്ഷം അകത്തേക്ക് വളരാനുണ്ട്. നമുക്ക് അകത്താരുള്ളത്? ആത്മാവ്. ആത്മാവിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ മൂല്യങ്ങളുടെ വളർച്ചയാണ്. ഞാനൊരു ആത്മാവാണെന്ന ബോധം ആദ്യം ഉണരണം. രണ്ടാമത്തത് ഞാൻ സദോഗുണിയാണെന്ന മൂല്യം ഉണരണം. അങ്ങനെ ഉണർന്ന് മൂന്നാമത്തത് ഏതാണ്? നമ്മളെല്ലാം ഒരു പരമാത്മാവിൻ്റെ മക്കളാണെന്ന ബോധം ഉണരണം. നമുക്ക് ഡിസ്ചാർജ്ഡായി ബാറ്ററി ചാർജ് ചെയ്യാൻ പവർ ഹൗസ് ഉണ്ട്, അത് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഈ വേര് റെഡിയാക്കുന്ന ജോലി, വേര് ജീർണിച്ചു പോയില്ലേ. അപ്പോൾ വൃക്ഷം മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഭഗവാൻ ഈ സമയത്ത് വന്നിട്ട് എന്താ ചെയ്യണേ? പരമാത്മാവിൻ്റെ കർത്തവ്യമാണ് ഈ പഴയ വൃക്ഷത്തിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കുന്ന സമയമാണിത്. വിത്തുകളെ ശേഖരിച്ച് പ്ലാന്റേഷൻ നടത്തുക. നഴ്സറികളിൽ കണ്ടിട്ടില്ലേ? ചെറിയ തൈകളെ വിത്തുകൾ പാകി പ്രത്യേക സ്ഥലങ്ങളിൽ പാകി വളർത്തി അല്ലേ. എത്ര വെളിച്ചം, പാകത്തിന് വെളിച്ചം, സെപ്പറേറ്റ് സ്ഥലങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഷീറ്റൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ? ഗ്രീൻ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ട് വിത്തുകൾ പാകി തൈകൾ നട്ട് വളർത്തിയെടുത്തിട്ട് പിന്നാണ് അതിനെ പറിച്ച് നടുള്ളൂ. ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ അല്ലേ ഗുപ്ത രീതിയിലാണിത് നടക്കണേ. മരമായി വളർന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ നഴ്സറിയിലെ പ്ലാന്റേഷൻ നടക്കുന്നത് വളരെ ഗുപ്തമായിട്ടുള്ള രീതിയിലാണ്. തൈ പോയി നമുക്ക് വാങ്ങിയിട്ട് വരാം, പക്ഷേ തൈകളെ തയ്യാറാക്കുന്നത്, തൈ റെഡിയായി കഴിയുമ്പോൾ നമ്മളെല്ലാം പർച്ചേസ് ചെയ്യും. ആ തയ്യാറാക്കുന്ന പ്രോസസ്സ്, അതാണ് ഈ സമയത്ത് വേരിൽ നടക്കേണ്ടത്. ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈമാണിത്. പരമാത്മാ വന്നിട്ട് എന്ത് ചെയ്യാണ്? വിത്ത് ശേഖരിച്ച് തൈകളെ റെഡിയാക്കുകയാണ്. അത് വളരെ ഗുപ്ത രൂപത്തിൽ. അതുകൊണ്ടാണ് വേരെന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേരിൽ കാണിച്ചിരിക്കുന്നില്ലേ. ഇപ്പം നമ്മളെല്ലാവരും അല്ലേ, പരമാത്മാ നമ്മൾ വിത്തുകളെ ശേഖരിച്ച് എവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്? വേരിലേക്ക് കൊണ്ടുവരിക. വേരുകളെ റെഡിയാക്കാൻ, വേര് വെപ്പിക്കാൻ. ഇവിടെ അനിൽ ഭായ് ചെയ്യുന്നത് കാണാറുണ്ട്. ഓരോന്ന് തണ്ടുകൾ മുറിച്ച് കൊണ്ടുവന്നിട്ട് ചെടിയൊക്കെ മുളപ്പിക്കാൻ വേണ്ടി, വേര് വയ്ക്കാൻ വേണ്ടി ചട്ടിയിലെല്ലാം കൂടി സെപ്പറേറ്റ് വയ്ക്കും. പിന്നെ വേര് പിടിച്ചത് മഴ വരുമ്പോൾ നട്ട് വയ്ക്കുക. അവിടെ വേര് പിടിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേര് പിടിക്കണം. വേരുണ്ടെങ്കിലേ നമുക്ക് ബീജവുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റുള്ളൂ അല്ലേ. എന്താ വേര് പിടിക്കൽ? ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരിക. ഈ ആത്മബോധത്തിൻ്റെ വേരിനെ എവിടെ കണക്ഷൻ കിട്ടുള്ളൂ? പരമാത്മാവിൽ കണക്റ്റ് ആക്കും. പരമാത്മാവിൽ കണക്റ്റായിട്ടേ വെള്ളവും വളവും എല്ലാം പിടിച്ചെടുക്കാൻ പറ്റും. പരമാത്മാവിൽ നിന്ന് ആർക്ക് പിടിച്ചെടുക്കാൻ പറ്റണോ, ഭഗവാൻ പറയണ മക്കളെ എനിക്കിപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ വേണം. വേര് മുളപ്പിക്കാൻ. വേര് മുളപ്പിച്ചിട്ട് വേര് നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചെടുത്ത് ഈ വൃക്ഷത്തിന് മുഴുവൻ കൊടുക്കണം. അവരുടെ പേരാണ് വേര്. ബീജത്തിൽ നിന്ന് വലിച്ചെടുത്ത് വൃക്ഷത്തിന് മുഴുവൻ നനയ്ക്കണം. വൃക്ഷത്തിന് മുഴുവൻ കൊടുക്കുന്നവർ. എന്ത് കൊടുക്കണം? ശാന്തി കൊടുക്കണം, ശക്തി കൊടുക്കണം, അറിവ് കൊടുക്കണം. പരമാത്മ സൂര്യനാണ്. ആ പരമാത്മ സൂര്യനിൽ നിന്ന് ജ്ഞാനമെടുത്ത് വൃക്ഷത്തിന് മുഴുവൻ ജ്ഞാനത്തിൻ്റെ സൂര്യപ്രകാശം കൊടുക്കണം. പരമാത്മ ശാന്തിയുടെ കടലാണ്.
പരമാത്മാവിനെ സ്മരിച്ച് മുഴുവൻ വൃക്ഷത്തിന് ശാന്തിയുടെ ശീതള ജലം കൊടുത്ത് ഇപ്പോൾ ഉണങ്ങിയ അവസ്ഥയിലിരിക്കുന്ന മരത്തിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കി മാറ്റിയെടുക്കുന്ന ജോലി ചെയ്യേണ്ടവരാണ് ആര്? വേരിലിരിക്കുന്നവർ. അതുകൊണ്ട് പരമാത്മാവിനെ അറിഞ്ഞ്, സ്വയത്തെ അറിഞ്ഞ്, പരമാത്മാവിനെ അറിഞ്ഞ്, ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിനെ അറിഞ്ഞ് വേരിൻ്റെ ജോലി ചെയ്യുന്നവർക്ക് ഭഗവാൻ ഒരു പേര് നൽകുന്നുണ്ട്. ആ പേര് ബ്രാഹ്മണൻ എന്നാണ്. അതുകൊണ്ട് വേരിലിരുന്ന് ഈ കർത്തവ്യം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറയുന്ന നിങ്ങളുടെ ധർമ്മം ഇപ്പോൾ ബ്രാഹ്മണ ധർമ്മമാണ്. ആരാ ബ്രാഹ്മണൻ? ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മലോക നിവാസിയായ, അല്ലെ, ആത്മാവാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞവർ. ഞാൻ ആത്മാവാണെന്നും എൻ്റെ വീട് ബ്രഹ്മലോകമാണെന്നും ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിൻ്റെ സന്താനമാണ് ഞാനെന്നും, പിന്നെയും അല്ലേ ബ്രഹ്മലോക നിവാസിയായ ഞാൻ നാടകം കളിക്കാൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണെന്നും നാടകത്തിൻ്റെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞവർ. എന്നിട്ടോ ഒരു ദിവ്യ ജന്മം എടുത്തവരുടെ പേരാണ് ബ്രാഹ്മണൻ. ദ്വിജന്നല്ലേ പറയാ, രണ്ടാം ജന്മം കിട്ടിയവർ. ഭാര്യ ബ്രാഹ്മണൻ, രണ്ടാം ജന്മം കിട്ടിയവർ. പറയാറുണ്ടല്ലോ, ജന്മം കൊണ്ട് ബ്രാഹ്മണ ജാതി എന്ന് പൊതുവേ പറയും. യഥാർത്ഥത്തിൽ ബ്രാഹ്മൺ എന്ന് പറയുന്നതല്ല ജാതി. ജാതിയുടെ പേരെന്താ? അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ബ്രാഹ്മൺ ജാതി എന്ന് പറയും. പക്ഷേ അവർ സർട്ടിഫിക്കറ്റിൽ എന്താ എഴുതണേ? ഒന്നിൽ അയ്യരാണ്, അല്ലേ, അയ്യങ്കാരാണ്, അല്ലെങ്കിൽ നമ്പൂതിരിയാണ്, എംബ്രാന്തിരിയാണ്, അല്ലേ. ആ രീതിയിൽ പേര് പറയാറുണ്ട്. ബ്രാഹ്മൺ എന്നാരെയാ പറയുക? ബ്രാഹ്മൺ എന്ന് പറയുന്നത് വേദം പഠിച്ചു കഴിഞ്ഞാൽ വേദിക് കാര്യങ്ങൾ ചെയ്യാൻ ആർക്ക് കഴിയുന്നോ അവരെ എല്ലാവരെയും ബ്രാഹ്മണൻ എന്ന് പറയും. അത് ജനനം ഒരു പക്ഷേ ആ കുടുംബത്തിലാകണമെന്നില്ല, അയ്യൊരു കുടുംബത്തിൽ ജനിക്കണം എന്നില്ല. മറ്റ് ജാതികളിലും ജനിച്ചിട്ട് വേദം പഠിച്ചിട്ട് പൂണൂലിട്ട് പൂജാരിയാകണുണ്ടല്ലോ. അത് നമ്മൾ ശാസ്ത്രത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാബലി അസുരകുലമാണ്, പക്ഷേ പൂണൂലുണ്ട്. എന്താ കാരണം? വേദജ്ഞാനം നേടിയിട്ടുണ്ട്. നമ്മൾ രാവണനെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, രാമായണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുലം രാക്ഷസകുല, പക്ഷേ രാവണനെ ബ്രാഹ്മണൻ എന്നാണ് വിളിക്കുക. കാരണം വേദത്തിൽ രാവണനെ തോൽപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണം. അത്ര നല്ല വേദജ്ഞാനിയായിരുന്നു, അല്ലേ. അപ്പം അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് വ്യാസൻ, അല്ലേ. വ്യാസനെ സംബന്ധിച്ചിടത്തോളം പറയില്ലേ, ജനിച്ചത് മുക്കുവ കുലത്തിലാണ്, പക്ഷേ വേദജ്ഞാനം നേടി ആരായിട്ട് മാറി? ബ്രാഹ്മണനായിട്ട് മാറി. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ രീതി ജ്യോതിഷം നടത്താൻ വേണ്ടിയിട്ട് ജ്യോതിഷികളുണ്ട്. പൊതുവെ നമ്മൾ പറയില്ലേ, പണിക്കര് കുലത്തിൽ പെട്ടവരായിരുന്നു പണ്ട് ജ്യോതിഷം പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആര് ജ്യോതിഷം പഠിക്കുന്നു അവരെയെല്ലാം നമ്മൾ എന്താ പറയുക? ജ്യോതിഷി. പക്ഷെ പറയുമ്പോൾ നമ്മൾ പണിക്കരുടെ അടുത്ത് പോയി പറയും, പക്ഷേ പണിക്കർ ഫാമിലിയിൽ എല്ലാവരും ജ്യോതിഷിയാകണമെന്നില്ല. അതേപോലെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് സത്യബ്രാഹ്മണൻ? സത്യജ്ഞാനം നമ്മൾ നേടിയിട്ട് ആരിൽ നിന്ന് നേടണം? ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിൽ നിന്ന് ജ്ഞാനം നേടി ഭഗവാൻ നൽകുന്ന ആ മാർഗങ്ങൾ, പരമാത്മാവിൻ്റെ ഡയറക്ഷനാണ് ആ പൂണൂല്. ആ പൂണൂലിൻ്റെ ഉള്ളിൽ ആര് ജീവിക്കുന്നോ അതാണ് ശ്രീമതം. പരമാത്മാ നൽകുന്ന ജ്ഞാനത്തിലൂടെ നൽകുന്ന ആ പെരുമാറ്റച്ചട്ടങ്ങൾക്കുള്ളിൽ, ഈശ്വരീയ മര്യാദകൾക്കുള്ളിൽ, യൂണിവേഴ്സൽ മര്യാദകൾക്കുള്ളിലൂടെ ജീവിക്കുന്ന ആ പൂണൂലിൻ്റെ ഉള്ളിലെ ജീവിതം ആര് ജീവിക്കുന്നോ, അല്ലേ, അവരാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? ഇപ്പോൾ ഭഗവാന് ബ്രാഹ്മണരെ വേണം. നിങ്ങൾ ബ്രാഹ്മണരാക്കൂ, ദിവ്യജന്മമെടുക്കണം. ഇപ്പം നമുക്കെല്ലാവർക്കും ഈ കഴിഞ്ഞ 10, 15, 16 ദിവസം കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു രണ്ടാം ജന്മം കിട്ടിയിരിക്കുകയാണ്. തോന്നണുണ്ടോ എല്ലാവർക്കും? ഒരു പുതിയ ജന്മമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ? ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട്, അല്ലേ. രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ അതാർത്ഥം, രാവ് മായണം. ഇരുട്ട് മാഞ്ഞ് വെളിച്ചത്തിലേക്ക് വന്നു അർത്ഥം നമ്മളെല്ലാവരും ആരായി? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു അർത്ഥം ബ്രാഹ്മണരാക്കുകയാണ്. ഏത് വെളിച്ചം? ജ്ഞാനം കൊണ്ട് വിവേകശാലികളായി നമ്മുടെ ജീവിതത്തിൽ വിസ്ഡം കീപ്പേഴ്സായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, വിവേകശാലികളായി ജീവിക്കാൻ തുടങ്ങിയാൽ ആരായി? ബ്രാഹ്മണനായി, അല്ലേ. അതിനു മുമ്പുള്ള ജീവിതം ഭഗവാൻ എപ്പോഴും നിത്യസത്സംഗത്തിൽ പറയും, ഇതുവരെ
ഇരുട്ടിലൂടെ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അജ്ഞാന അന്ധകാരത്തിൽ ജീവിക്കുക അർത്ഥം ശൂദ്രജീവിതമാണ്. അപ്പോൾ ഇതുവരെ എന്തായിരുന്നു ജീവിതം? ഭഗവാൻ പറയുന്ന ശൂദ്രകുലത്തിലായിരുന്നു. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ രസങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നവരുടെ പേരാണ് ശൂദ്രൻ. വേറെ ആരുമല്ല ശൂദ്രൻ. ഇന്ദ്രിയ രസം, നാവിൻ്റെ രസത്തിൽ, കണ്ണിൻ്റെ രസത്തിൽ, അല്ല ഈ ശരീരത്തിലെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങളുടെ രസങ്ങൾ കടിമപ്പെട്ട് ഇന്ദ്രിയാസക്തികളിൽ കുടുങ്ങി ജീവിക്കുകയാണ് അർത്ഥം. അത് ശൂദ്രജീവിതം. അപ്പോൾ ഇപ്പം നമ്മൾ എവിടുന്ന് എവിടേക്ക് എത്തി? ഭഗവാൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാക്കൂ. ഇന്ദ്രിയ രസങ്ങളിൽ നിന്ന് മുക്തനായി എന്ത് ചെയ്യുക? അല്ലേ, ഇന്ദ്രിയ ജീത്തായിട്ട് മാറും. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരായിട്ട് മാറും. സ്വരാജ്യാധികാരി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇന്ദ്രിയങ്ങളെ ജയിക്കുമ്പോൾ ആരായിട്ട് മാറും? അപ്പോഴേ നിങ്ങൾക്കൊരു ബ്രാഹ്മണൻ്റെ കർത്തവ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഈ സൃഷ്ടി വൃക്ഷത്തിൽ കാണിച്ചിരിക്കുന്നത്. വേരിലിരിക്കുകയാണ്. ആദ്യം ബ്രാഹ്മണൻ, ഫസ്റ്റ് ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിനെ ആദ്യം ആര് തിരിച്ചറിഞ്ഞു? ബ്രഹ്മബാബ. തൊട്ടടുത്ത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞില്ലോ അല്ലേ, ചെറിയൊരു പെൺകുട്ടി 16 വയസ്സിൽ വന്ന് മമ്മ, അതിനോടൊപ്പം ഒരു സമൂഹം. ഏത് സമൂഹം? ആരാണോ ശൂദ്രജീവിതത്തിൽ നിന്ന് ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വന്ന് പരമാത്മാവിൽ ബുദ്ധിയോഗം വെച്ച്, യോഗം ഭഗവാനിൽ വെച്ച് യോഗി ജീവിതം ജീവിക്കുന്നവർ, അവരാണ് സത്യമായ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ ആരായിരിക്കും? യോഗിയായിരിക്കും. ബ്രാഹ്മണൻ്റെ ജീവിതം യോഗ്യ ജീവിതമായിരിക്കും. എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മവും സ്ഥൂലവുമായിട്ട് കഴിക്കുന്നതും കുടിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും എല്ലാം എങ്ങനെയായിരിക്കും? യോഗ്യ ജീവിതം. അതാണ് ബ്രാഹ്മണൻ. അപ്പം അതുകൊണ്ട് പറയാറുണ്ട് കുടുംബി ബ്രാഹ്മണൻ എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു കോൺഷ്യസ് ഷിഫ്റ്റാണ്. ബ്രാഹ്മണനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശൂദ്ര കോൺഷ്യസ്നെസ്സിൽ നിന്ന് ബ്രാഹ്മണ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വികാരി സ്വഭാവത്തിൽ നിന്ന് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലെ ജീവിക്കുന്ന ആ ഒരു കോൺഷ്യസ് ഷിഫ്റ്റ്, ബോധതലത്തിലെ പരിവർത്തനം. ശൂദ്രജീവിതാർത്ഥം ശരീരബോധത്തിൽ കുടുങ്ങി ജീവിക്കുക. അതാണ് രാക്ഷസ ജീവിതം, മ്ലേച്ഛ ജീവിതം എന്ന് പറയാം അല്ലേ. ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്താകും? ഞാൻ ആത്മാവാണ്, ഡ്രൈവറാണെന്ന ബോധത്തിൽ കൺട്രോൾഡ് ഡ്രൈവിങ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, കണക്ഷൻ വെച്ച് കറണ്ട് എടുത്ത് അല്ല നിയന്ത്രണമുള്ള ഒരു ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആരായി? ബ്രാഹ്മണനായിട്ട് മാറി. അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ സമൂഹം വരണം. ആർക്ക്? പരമാത്മാവിൻ്റെ കൈകളായി പ്രവർത്തിച്ച് പരമാത്മാവിൽ നിന്നെടുത്ത് ഈ മുഴുവൻ വൃക്ഷത്തിന് കൊടുക്കുക. അതാണിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ജോലി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൽ വൃക്ഷത്തെ പൊതുവെ പറയാറുണ്ട് ഒരു ദിവ്യവൃക്ഷമായിട്ടാണല്ലോ ആൽവൃക്ഷത്തെ ചിത്രീകരിക്കുക എപ്പോഴും. വൃക്ഷരാജൻ എന്നല്ലേ പറയാം. വൃക്ഷരാജൻ്റെ മഹിമയിൽ തന്നെ പറയാറുണ്ട്, വൃക്ഷത്തിൻ്റെ താഴ്ഭാഗം ബ്രഹ്മ, മധ്യഭാഗം വിഷ്ണു, മുകൾ ഭാഗം മഹാദേവൻ എന്ന സങ്കല്പത്തിലാണ് വച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആൽവൃക്ഷം അതിൻ്റെ തായ്തടി ജീർണിച്ചു പോയിട്ടുണ്ടാകും. അതിൻ്റെ ശാഖകൾ ഇറങ്ങി വന്നിട്ട് വേരുപോലെ മണ്ണിൽ പിടിച്ചു നിൽക്കുന്ന ആൽവൃക്ഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മുടെ സൃഷ്ടിവൃക്ഷത്തിന്. അല്ല, വേരിന് ജീർണനം സംഭവിച്ചതുകൊണ്ട് പരമാത്മാ നമ്മൾ മക്കളാകുന്ന വിത്തുകളെ പെറുക്കിയെടുത്ത് നമ്മളെ വേരുകളാക്കി മാറ്റുകയാണ്, ബ്രാഹ്മണനാക്കുകയാണ്. ഇനി നമുക്ക് ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യണം? ഈ സൃഷ്ടിവൃക്ഷ ചുവട്ടിലിരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്നും നോക്കൂ, ആരെങ്കിലും തപസ് ചെയ്യുമ്പോൾ വനാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ മരച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്നതല്ലേ കാണിക്കണം. ബുദ്ധൻ്റെ എല്ലാം ചരിത്രത്തിൽ കാണിക്കുമല്ലോ, ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് തപസ് ചെയ്ത് ബോധോദയമുണ്ടായി അല്ലേ. ഇപ്പോൾ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബോധോദയം ഉണ്ടാകണം. കാരണം നിങ്ങളെല്ലാവരും ഇപ്പോൾ സമയം ഏതാണ്? വൃക്ഷത്തിൻ്റെ വേര് ടൈമാണ്. വേര് ടൈം അർത്ഥം ഗുപ്ത സമയമാണ്. സൃഷ്ടിവൃക്ഷത്തിലെ കാലചക്രത്തിലെ ഗുപ്ത സമയം ഏതാ? ഓർമ്മയുണ്ടോ? 4 യുഗങ്ങൾ കാണപ്പെടുന്നതാണ്. 5ാമത്തെ യുഗമാണ് ഗുപ്തം. ഏതാ 5ാമത്തെ യുഗം? സംഗമയുഗം. അത് ഗുപ്ത സമയമായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് കലിയുഗമാണെന്ന് പറയും. പക്ഷെ സംഗമയുഗമാണെന്ന് അറിയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അല്ലേ.
ഈ പ്രഭു ഗുപ്ത രൂപത്തിൽ വന്ന് തൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണിത്. അതുകൊണ്ട് ഈ സമയത്തെയാണ്, അതുകൊണ്ടാണ് ഇതിനെ വേരിൽ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും തിരിച്ചറിയുന്നില്ല. ആർക്കേ തിരിച്ചറിയുള്ളൂ? ആരുടെയാണോ മൂന്നാമത്തെ കണ്ണ് തുറന്നത്. അകക്കണ്ണ് തുറന്നവർക്ക് പരമാത്മാവിനെ ദർശിച്ച് ദിവ്യജന്മം, ദ്വിജൻ, അതാണ് നമ്മുടെ 84ാമത്തെ ജന്മം. ഇന്നലെ നമ്മൾ പടിയുടെ ചിത്രത്തിൽ കണ്ടില്ലേ? സത്യയുഗത്തിൽ 8 ജന്മം, ത്രേതായുഗത്തിൽ 12 ജന്മം, ദ്വാപരത്തിൽ 21, കലിയുഗത്തിൽ 42. ടോട്ടല് മാക്സിമം ഒരാത്മാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഈ ഭൂമിയിൽ 84 ജന്മം എടുക്കും. അതിൽ 83 ജന്മം ശരീരം മാറിയെടുക്കാം. 84ാമത്തെ ഒരു ജന്മം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നത്, മക്കളെ, അത് ദ്വിജനായിട്ടുള്ള ജന്മമാണ്. ഇപ്പം നമ്മളെല്ലാവരും ആരെയും ദ്വിജനാക്കുകയാണ്. ജ്ഞാനം കൊണ്ട് പുതിയൊരു ജന്മം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? മുഖ്യ കർത്തവ്യം എന്താ? വൃക്ഷച്ചുവട്ടിലിരിക്കുന്നവരായതുകൊണ്ട്, ബ്രാഹ്മണകുലത്തിലെത്തിയത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മുടെ ഒരു യോഗി ജീവിതം ബീജവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ മുഴുവൻ സൃഷ്ടി വൃക്ഷത്തെ പ്രതി ബീജവുമായി കണക്റ്റഡായ നമുക്ക് ഈ വൃക്ഷത്തെ എങ്ങനെ കാണാം? വൃക്ഷത്തെ എങ്ങനെ കാണാം? ലോകമേ തറവാട്, വസുദൈവ കുടുംബകം. ഇതൊറ്റ മരമാ. നമ്മളെല്ലാവരും ഒരേ ഒരു പരംപിത പരമാത്മാവിൻ്റെ മക്കളാണ്. പിന്നെ ഞാൻ വേറെ നീ വേറെ അങ്ങനെയില്ല. ഇന്ന് നമ്മൾ നോക്കൂ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് കൂടിയാൽ തന്നെ അല്ലേ, ഒരേ ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ഹിന്ദുക്കളെല്ലാവരും കൂടെ അല്ലേ ഒരുമിച്ച്, അല്ലെ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരുമിച്ച്, ഇസ്ലാം ധർമ്മത്തിൽപ്പെട്ടവരാണെങ്കിൽ വേറെ, അതിൽ തന്നെ ബ്രാഹ്മിൺ കസ്റ്റ് ആണെങ്കിൽ വേറെ, നായർ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിൽ ഒരുമിച്ച് അല്ലേ. മലയാളികളാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയാൽ മലയാളികളെ കണ്ട ആ മലയാളികൾ അല്ലേ, അല്ലെങ്കിൽ അവർ തമിഴർ, അവർ ഹിന്ദിക്കാർ അല്ലേ. പുറത്തേക്ക് പോയാൽ ആ ഇന്ത്യക്കാർ. നമ്മളങ്ങനെ ഒരുമിക്കുക. മറ്റുള്ളവരെ എങ്ങനെയൊക്കെയാണ്? അത് ഹിന്ദുക്കൾ, ഇവർ മുസ്ലിങ്ങൾ അല്ലേ, ഇവർ പാകിസ്ഥാനികൾ. യഥാർത്ഥത്തിൽ എല്ലാവരും ആര് തന്നെയാണ്? ആത്മസ്വരൂപത്തിൽ നമ്മളെല്ലാവരും ഒരേ ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ഏത് ഭൂഖണ്ഡം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളവരാണെങ്കിലും ആഫ്രിക്കക്കാർ, അവരുമാര് ആത്മരൂപത്തിൽ നമ്മുടെ തന്നെ സഹോദരങ്ങളായി. ഈ സൃഷ്ടിവൃക്ഷത്തിൻ്റെ ശാഖയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്ലേ. ബീജം പരമാത്മാവ്, വൃക്ഷത്തിൽ നമ്മൾ മക്കളല്ല. ആ കൺസെപ്റ്റാണ് ഭാരതത്തിൻ്റേത്. അതുകൊണ്ടാണ് ലോകമേ തറവാടെന്ന് പറയണത്, വസുദൈവ കുടുംബകം എന്ന് പറയണത്. കാരണം ഈ വൃക്ഷത്തിൽ തായ്തടി ഭാരതത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഈ ദർശനം ഉള്ളൂ. ഏത് ദർശനം? ലോകമേ തറവാടെന്ന ദർശനം. കാരണം ഇവിടെ അരക്കൽപ്പത്തെ ജീവിതം അങ്ങനെയായിരുന്നു. മുഴുവൻ ലോകം എന്ന് പറയുന്നത് ഭാരത ഭൂഖണ്ഡമായിരുന്നു. സനാതനമായ മൂല്യങ്ങൾ നിലനിന്ന് എല്ലാം ഏകം, ഒരു രാജ്യം, ഒരു ഭാഷ അല്ല, ഒരു ധർമ്മം. ആ ഏകതയിൽ അരക്കൽപ്പം, സത്യത്രേതായുഗത്തിലെ അരക്കൽപ്പം ഈ ഭൂമിയിൽ സനാതന സംസ്കൃതിയാണ് ഉണ്ടായിരുന്നത്. ആ സനാതന സംസ്കാരമാണ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കണത്. നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് പൂജ തുടങ്ങിയപ്പോഴും ഒരേയൊരു ശിവപൂജ, ഒരേയൊരു ജ്യോതിസ്വരൂപനായ പരമാത്മാവിൻ്റെ പൂജ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഹോംവർക്ക് എന്തെടുക്കണം? പഴയ വൃക്ഷം മറിഞ്ഞു വീഴാൻ പോകുന്നതിന് മുമ്പ് അല്ലേ, പുതിയ വൃക്ഷത്തൈകൾ റെഡിയാവണോ വേണ്ടയോ? പഴയ വൃക്ഷം വീണതിന് ശേഷം വിത്ത് പെറുക്കിയാൽ പോരല്ലോ. നമ്മൾ തന്നെ അങ്ങനെയല്ലേ സാധാരണ, എപ്പോഴും അങ്ങനെയല്ലേ. പുതിയ വിത്തിന് വേണ്ടത് മാറ്റി വയ്ക്കുക. എപ്പോഴും വിത്തിന് വേണ്ടത് ശേഖരിച്ച് വയ്ക്കാം. വേണ്ടേ? വിത്തുകൾ റെഡിയാക്കും, എന്നാലേ ഇനി വീണ്ടും വിതയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിപ്പം നമുക്ക് എന്ത് തയ്യാറെടുപ്പ് വേണം? ഈ പഴയ വൃക്ഷം മറിഞ്ഞു വീഴുന്നതിന് മുമ്പ്. പഴയ വൃക്ഷം മറിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ആ വൃക്ഷത്തിൻ്റെ തലപ്പത്ത് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മേലെ എന്താ കാണുന്നത്? 2 പൂച്ചകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം സാധന സാമഗ്രികൾ ഈ ഭൂമിയിൽ റെഡിയാക്കിയിട്ടുണ്ട് മനുഷ്യൻ. ഒരു സെക്കൻഡിൽ ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ഈ മുഴുവൻ ലോകത്തെ നശിപ്പിക്കാനുള്ള ആയുധശേഖരണവും ഉണ്ട്. ഇപ്പം ആയുധം കൊണ്ടൊന്നും ആർക്കും ചെയ്യണ്ടല്ലോ. എന്തെല്ലാം ആയുധങ്ങളാണ് അല്ലേ? ബയോളജിക്കലായിട്ട് ജൈവായുധങ്ങൾ ഇഷ്ടം പോലെ, അണുവായുധങ്ങൾ ഇഷ്ടം പോലെ, രാസായുധങ്ങൾ ഇഷ്ടം പോലെ
എല്ലാം മനുഷ്യൻ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ. രണ്ട് സൈഡിൽ നിന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാ വലുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചുകൊണ്ടിരിക്കുക. ലോകം എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരും. പണ്ടൊരു കഥയില്ലേ, രണ്ട് പൂച്ചകൾ തമ്മിൽ അടി കൂടും. പക്ഷേ വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് അടി കൂടണേ, പക്ഷേ അവർ അടി കൂടിക്കൊണ്ട് അടിച്ച് നശിക്കും. പക്ഷേ വെണ്ണ ഓട്ടോമാറ്റിക്കലി ആരുടെ കയ്യിൽ പോവും? ഇടയിലൂടെ വന്ന് കുരങ്ങനെടുത്തിട്ട് പോകുമെന്ന് പറയും. അതേപോലെ ഇപ്പോൾ ഭൗതികമായ ബലം കൊണ്ട്, ആയുധബലം കൊണ്ടും പൈസയുടെ ബലം കൊണ്ടും പദവിയുടെ ബലം കൊണ്ടും തമ്മിലടിച്ച് സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനാ വലുത്, എൻ്റെ അധികാരം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ഇതിഹാസങ്ങൾ നമ്മളെ എന്താ പഠിപ്പിച്ചു തരുന്നത്? അത് രാമായണാകട്ടെ മഹാഭാരതമാകട്ടെ, രണ്ട് ഇതിഹാസങ്ങളുടെയും അന്തസ്സത്തെ എന്താണ്? തമ്മിലടിച്ച് ആര് അടിക്കുന്നോ അല്ലേ, അടിച്ച് നശിക്കുകയേ ചെയ്യുള്ളൂ. ഏത് നശിക്കും? അധർമ്മം നശിക്കും. രാജ്യം ആരുടെ കയ്യിലേക്ക് കിട്ടും? അല്ലേ. കൗരവപ്പടയുടെ സർവനാശവും രാജ്യം പാണ്ഡവരുടെ കയ്യിലേക്ക് കിട്ടും. രാവണൻ്റെ സർവനാശവും രാജ്യം അല്ലേ വിഭീഷണന് കൊടുക്കുകയാണ്. അതുകൊണ്ട് എവിടെ ധർമ്മമുണ്ടോ, ധാർമ്മികതയുണ്ടോ, ധർമ്മമുള്ളിടത്തേക്ക് രാജ്യം തിരിച്ചു വരും. ഇത് തന്നെയാണ് നമ്മുടെ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിനും സംഭവിക്കാൻ പോകുന്നത്. എവിടെ ധാർമ്മികതയുണ്ടോ, ധാർമ്മിക മൂല്യങ്ങളുണ്ടോ, അവിടേക്ക് ധർമ്മസത്തയുടെ പിന്നിലേക്ക് അല്ലേ രാജ്യസത്ത തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് നാളുകൾ എന്താണ്? ഇന്നലെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ ആദ്യം കാലചക്രത്തെക്കുറിച്ച് മനസ്സിലാക്കി. പിന്നെ ആത്മാരാമൻ്റെ അയനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 4 യുഗങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര. ഇന്നലെ നമ്മുടെ ജന്മങ്ങളുടെ പടിയുടെ യാത്ര നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ മനുഷ്യ സൃഷ്ടിയെ വൃക്ഷത്തോട് ഉപമിച്ച് നമ്മൾ പഠിച്ചു. ഇതൊക്കെ ഭഗവാൻ നമ്മളെ എന്തിനാ പഠിപ്പിക്കണേ? ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. മക്കളെ, സമയം ഏതാണ്? വിശ്വഘടികാരത്തിലേക്ക് നോക്കൂ. സമയം സൂചി 12 അടുക്കുകയാണ്. പഴയ വൃക്ഷം ജീർണിച്ച് മറിഞ്ഞു വീഴാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വേര് റെഡിയായിക്കോളൂ, വിത്തുകൾ റെഡിയാകൂ, തൈകളെ തയ്യാറാക്കൂ. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ റെഡിയാകുകയും വേണം, നിങ്ങൾ മറ്റുള്ളവരെ തയ്യാറാക്കുകയും വേണം. ഈ 2 ജോലിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുതന്നെയല്ലേ നമ്മൾ ചുറ്റുപാടും കാണുന്ന ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അധർമ്മത്തിൻ്റെ ആളിക്കത്തൽ പൊതുവെ പറയാറുണ്ടല്ലോ. ആളിക്കത്തുന്നത് കാണുമ്പോൾ എന്തും മനസ്സിലാക്കിക്കൊള്ളണം? അന്ത്യമാണ്, അന്ത്യത്തിൻ്റെ ലക്ഷണമാണ്. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു മഹാപരിവർത്തനത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വരുന്നത് എന്താണ്? പുതിയ വൃക്ഷം റെഡിയാക്കുകയാണ്. പുതിയ പ്രതീക്ഷ നമുക്ക് നൽകിക്കൊണ്ട് പുതിയ വൃക്ഷം സത്യുഗമാണ് വരാൻ പോണേ. സനാതന സംസ്കാരം വീണ്ടും തിരിച്ചു വരിക. ഏത് സംസ്കാരം? സദോ ഗുണങ്ങൾ തിരിച്ചു വരാൻ പോവുക, സദോ ഗുണിയാകാൻ പോവുക. നമ്മൾ സദോ ഗുണികളുടെ സമൂഹം റെഡിയാക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് ഈ ലക്ഷ്യബോധം തന്നിരിക്കണേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? നരനിൽ നിന്ന് നാരായണനെ പോലെ, നാരിയിൽ നിന്ന് ശ്രീലക്ഷ്മിയെ പോലെ ഓരോ ജീവാത്മാവിനും പരമാത്മാവിലെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇതുപോലെ സുന്ദരമാക്കി മാറ്റണം. പുതിയ വൃക്ഷം എന്ന് പറയുന്നത് ഏതാണ്? സ്വർഗീയ വൃക്ഷം. സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ മേലെ എവിടെയല്ല, നരകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ എവിടെയല്ല. ഏതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്? ആ തായ്തടി കാലഘട്ടത്തെയാണ്, വൃക്ഷത്തിൻ്റെ തായ്തടി കാലമാണ് സ്വർഗം. ആ സ്വർഗീയ കാലഘട്ടമാണ് വരാൻ പോണത്. അതാണ് നാളുകൾ. നമ്മുടെ ഭാവി എന്താകും? കാരണം കുറേ പേർക്ക് ടെൻഷൻ അതല്ലേ, അയ്യോ ഇങ്ങനെ പോയ ഈ ലോകം നാശത്തിലേക്കല്ലേ പോകണം, എല്ലാം നശിക്കാൻ പോകണോ, ലോകം നശിക്കാൻ പോകണോ, എല്ലാവരും നശിക്കാൻ പോകണോ? നാശമല്ല, പിന്നെയോ പരിവർത്തനം. നശിക്കും. ഏത്? അധർമ്മം നശിക്കും. പഴയ വൃക്ഷത്തിന് ജീർണനം ബാധിച്ച് താഴെ വീഴും, പുതിയ വൃക്ഷം തയ്യാറാക്കും. അതിൻ്റെ സമയമാണിത്. അതുകൊണ്ട് ഏതാ വരാൻ പോണ നാളുകൾ?
സത്യുഗമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നാളെ എന്താകുന്നുള്ള ടെൻഷനേ വേണ്ട. നാളെ നല്ലതാണ് വരാൻ പോണേ. സുപ്രഭാതം പുലരാൻ പോവാണ്. പക്ഷേ സത്യുഗി പ്രഭാതം പുലരുന്നതിന് മുമ്പ് നമുക്ക് ഈ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ബ്രാഹ്മണ കുലത്തിലേക്ക് നമുക്ക് വരണം. ശൂദ്ര ജീവിതത്തിൽ നിന്ന് ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വരണം. ബ്രാഹ്മണ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ദേവതാ സംസ്കാരത്തിലേക്ക് ഉയരണം. ഈ വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ ഇനി നമ്മൾ പലതവണ ഇത് കേൾക്കും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളിവിടെ ഏതർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്ന വാക്ക് ഉപയോഗിക്കണം. പിന്നെ ശൂദ്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ക്ലിയർ ആയിരിക്കണം. പിന്നെ ദേവത പറഞ്ഞ ദൈവീക സംസ്കാരം അല്ലേ? അപ്പോൾ ഈ അർത്ഥം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് വേണം. കാരണം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും നമ്മൾ ഈ വാക്കുകൾ കേൾക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കെല്ലാവർക്കും പുതിയൊരു ജന്മം കിട്ടിയിരിക്കുകയാണ്. ബ്രാഹ്മണ ജന്മം. നമുക്ക് കുടുംബി ബ്രാഹ്മണരായിട്ട് മാറണം. ഏറ്റവും ശ്രേഷ്ഠ, എനിക്ക് എത്രത്തോളം എൻ്റെ പാർട്ടിനെ ഏറ്റവും ശ്രേഷ്ഠാക്കാമോ, നമുക്ക് ഈ അലൗകിക ജന്മം പരമാത്മാ നൽകുന്ന ജ്ഞാനം ആദ്യം സ്വീകരിച്ച ആ ബ്രാഹ്മണ ജീവിതം ജീവിച്ചവരെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആരാണ്? ആദ്യത്തേത് ബ്രഹ്മബാബ, പിന്നെ മമ്മ ജഗദംബ സരസ്വതി. ഇത് ബ്രഹ്മബാബ നമ്മുടെ അലൗകിക പിതാവാണ്. മമ്മ ജഗദംബ സരസ്വതി നമ്മുടെ അലൗകിക മാതാവാണ്. കാരണം എന്താ? ശിവപരമാത്മാവ് പറഞ്ഞതുപോലെ ജീവിതം സാമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചിരിക്കുക. കാരണം ബ്രഹ്മബാബ ഒരു വൃദ്ധനായിരുന്നു, വലിയ കോടീശ്വരൻ, വലിയ പദവിയിലിരുന്ന ആൾ. പക്ഷെ പരമാത്മജ്ഞാനത്തെ ജീവിതത്തിൽ എങ്ങനെ കുടുംബസമേതം ഉൾക്കൊണ്ടു. എല്ലാ കുടുംബസ്ഥർക്കും ഒരു മാതൃകയാണ് ബ്രഹ്മബാബയുടെ ജീവിതം. മമ്മ ചെറിയ പ്രായത്തിൽ വന്നേ എല്ലാ ചെറുപ്പക്കാർക്കും, എല്ലാ യങ്സ്റ്റേഴ്സിനും, ടെൻഡർ ഏജിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ ആ യുവ അവസ്ഥയിൽ നമുക്ക് സ്പിരിച്വാലിറ്റി, കാരണം വേരെന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിച്വാലിറ്റിയാണ്. ഈ വൃക്ഷത്തിൻ്റെ വേരെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റിയാണ് നഷ്ടപ്പെട്ടു പോയത്. സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ അത് നമുക്ക് ഓർമ്മ വേണം. ഞാൻ നല്ല ഭക്തനാണ്, എനിക്ക് നല്ല ആത്മീയതയുണ്ട്. എന്താ സ്പിരിച്വാലിറ്റി? സദോ ഗുണങ്ങളാണ്, മൂല്യങ്ങളാണ്. ആ മൂല്യവത്തായ ജീവിതം ജീവിക്കുകയാണെങ്കിൽ നമ്മളെ സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റും. അങ്ങനെ സ്പിരിച്വൽ ആണെങ്കിൽ നമുക്ക് വളരെ ഇൻ ഡെപ്ത് ഉണ്ടാകും. ഏത് കാറ്റടിച്ചാലും, കൊടുങ്കാറ്റടിച്ചാലും നമ്മൾ എന്ത് ചെയ്യില്ല? വീഴില്ല. അങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങളാണല്ലോ. ഇപ്പോൾ ഡെയിലി ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ജീവിതത്തിൽ എന്തെല്ലാം കൊടുങ്കാറ്റുകൾ വന്നപ്പോഴും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്താണ്? മൂല്യവത്തായ ജീവിതത്തിൻ്റെ ബലാണ്. അപ്പം അതുകൊണ്ട് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കുള്ള ഹോംവർക്കാണ്. എന്താ ഹോംവർക്ക്? നമുക്ക് ഓരോ ആത്മാവിനും പരമാത്മാവാകുന്ന ബീജം മുകളിലാണല്ലോ അല്ലേ? ആ മുകളിലുള്ള പരമാത്മാവാകുന്ന ബീജം ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിട്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം തന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരമാത്മാ ബീജത്തിൽ നിന്ന് എടുക്കണം. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി എന്താ? എടുത്ത് നമ്മൾ സുഖമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും സുഖം കൊടുക്കുന്നവരാകും. ബീജത്തിൽ നിന്നെടുക്കുക മുഴുവൻ വൃക്ഷത്തിൻ്റെ മംഗളത്തിനായിട്ട്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. മുഴുവൻ വിശ്വമംഗളത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തിന്, മുഴുവൻ വിശ്വമാകുന്ന കുടുംബത്തിന് ഇത് നല്ല ഒരു നമുക്ക് വിഷ്വലൈസേഷനാണ്. പരമാത്മാവിൽ നമ്മുടെ ബുദ്ധി കണക്റ്റാകുക, പരമാത്മാവിൽ നിന്ന് നമ്മളിലേക്ക് നിറയുന്നു, നമ്മളിൽ നിന്ന് മുഴുവൻ സൃഷ്ടി വൃക്ഷത്തിലേക്ക്, വൃക്ഷത്തിലുള്ള 800 കോടിയിലേക്ക്, സർവാത്മാക്കളിലേക്ക്, ഈ വിശ്വത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും മംഗളം ഉണ്ടാകട്ടെ. ഭഗവാനിൽ നിന്ന് ശാന്തിയുടെ ശക്തി മുഴുവൻ വൃക്ഷത്തിൽ നിറയട്ടെ. പരമാത്മാവിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രകാശി വൃക്ഷത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും കിട്ടട്ടെ. എല്ലാവരുടെയും 3-ാം കണ്ണ് തുറക്കട്ടെ. എല്ലാ ആത്മാക്കൾക്കും മംഗളം ഉണ്ടാകട്ടെ അല്ല, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. അങ്ങനെ എന്ത് സങ്കല്പം വയ്ക്കുമ്പോഴും ഈ മുഴുവൻ സൃഷ്ടിയാകുന്ന വൃക്ഷത്തെ മനസ്സിൽ കാണൂ, ബീജത്തിൽ കണക്റ്റ് ആയിരിക്കും. അതാണ് വിശ്വമംഗള ഭാവന. അതിനെയാണ് ശുഭഭാവന എന്ന് പറയുന്ന ഭഗവാൻ. പരിധിയില്ലാത്ത ശുഭഭാവന സർവരെയും പ്രതി. അപ്പോഴാണ് ലോകം ഒരു തറവാടാണെന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പം അതുകൊണ്ട് നമ്മളെ പണ്ട് മുതലേ വീടുകളിൽ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? ലോക സമസ്ത സുഖിനോ ഭവന്തു. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃക്ഷച്ചുവട്ടിലിരിക്കുന്ന നമ്മുടെ ധർമ്മമാണ്
അല്ല, ബ്രാഹ്മണൻ അർത്ഥം എന്താണ്? മുഴുവൻ വൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക, മുഴുവൻ വൃക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരാണ് ബ്രാഹ്മണർ. എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം നന്മ, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയല്ല. മുഴുവൻ വൃക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായാൽ, മുഴുവൻ വൃക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനായാൽ ശ്രേഷ്ഠമായ ചൂട്. പക്ഷെ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയായിരിക്കണം? പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഉള്ളിൽ, പൂണൂലിൻ്റെ ഉള്ളിൽ, പരമാത്മ ഡയറക്ഷൻ പ്രകാരം. നമുക്ക് തോന്നുന്നത് ചെയ്യാന്നുള്ളതല്ല, അല്ലേ? അപ്പോൾ എന്താകും? അതിലൂടെ പരമാത്മ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ അത് മംഗളായിട്ട് മാറും. അപ്പം നമുക്ക് 10 മിനിറ്റ് ഇപ്രകാരം മെഡിറ്റേഷൻ ചെയ്യാം.